Hey y'all, welcome to my channel. വീണ്ടും ഒരു അൺപ്ലാൻഡ് ഡ്രൈവ്. അപ്പം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്, തൃശ്ശൂർ സൂയിലേക്ക്. ഇനി നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പിന്നെ സൂയിലുള്ള കാഴ്ചകളിലേക്ക് പോവാം അല്ലേ? അസിയാൻ കുറേ ആയിട്ട് പറയുന്നു അവന് ലോങ് ഡ്രൈവ് പോകണമെന്ന്. അപ്പോൾ അവന് ഈ കാർ ക്രേസ് മൂത്ത കാരണം അവന് ഓരോ കാറിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും നമ്മൾ ഷാമലിനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഇനി ടുവേർഡ്സ് തൃശ്ശൂർ. വോൾവോയിൽ നല്ല കംഫർട്ടാണ്, കംഫർട്ട്നെസ് പിന്നെ പറയണ്ട. നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും ഇതിൽ ഡ്രൈവ് ചെയ്തിട്ട് പോവാം, കാരണം നമുക്കത് ഫീൽ ചെയ്യില്ല. വേറെ ഇതിലൊക്കെ നമുക്ക് ഈ സ്പീഡൊക്കെ എടുക്കുമ്പോഴും നമുക്ക് അറിയാം, ഹൈവേയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അറിയാറുണ്ട്. പക്ഷേ ഇതിൽ ഒന്നും അറിയുന്നില്ല, നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തി. നല്ല ക്ലീൻ ആയിട്ടുള്ള വഴികളാണ്. ദേ കണ്ടോ, ഇതാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻറ്റർ. എന്തോരം വലുതാണ് അല്ലേ? സോ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മുടെ കാറ് പുറത്ത് പാർക്ക് ചെയ്യേണ്ടി വരും, ഉള്ളിലല്ല പാർക്കിംഗ്, പുറത്താണ്. ഇതാണ് ഇവിടുത്തെ സൂ, തൃശ്ശൂർ സൂ ആൻഡ് മ്യൂസിയം. അനാഥമായിട്ട് കിടക്കുന്ന ടിക്കറ്റ് കൗണ്ടർ കണ്ടോ? ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് ഒന്നും എടുക്കാനില്ല തോന്നുന്നു. യെസ്, ഫ്രീ എൻട്രൻസ് ആണ്, നമുക്ക് ടിക്കറ്റ് എടുക്കണമെന്നില്ല. നമ്മൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് സൂയിലേക്ക് കയറാം. കാലിയായിട്ടുള്ള ഒരു കേജ്, ദേ ഒരു ഗോൾഡൻ ഫെസൻറ്റ്. പിന്നെ കുറച്ച് നടന്നപ്പോഴത്തേ ഞങ്ങൾ കണ്ടത് ഈ ഈഗിളിനെയാണ്. ഇത് വെറുതെ ബോറടിച്ചിരിക്കുകയാണ് തോന്നുന്നതേ. പിന്നെ ഇതാ ഒട്ടും മെയിൻ്റനൻസ് ഇല്ലാത്ത ഈ സൂവിനെയാണ് ഞങ്ങൾ കണ്ടത്. ഈ കേസിലൊന്നും ഒന്നുമില്ല, അത് ശൂന്യമായിട്ട് കിടക്കുവാണ്. മെയിൻ്റനൻസ് ഒട്ടും ഇല്ല. ഇവർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിലും ഒന്നുമില്ല, കാലിയാണ്. കൂടുതൽ സ്ഥലങ്ങളും കാലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഫ്രീ എൻട്രൻസ്, കാരണം ടിക്കറ്റ് എടുത്ത് കയറാൻ മാത്രമേ ഒന്നുമില്ല ഇവിടെ. പിന്നെ കുറച്ച് നടന്നപ്പോൾ കണ്ടതാണ്, കണ്ടോ മുള്ളും പന്നി കുറേ അധികം ഇവിടെ ഉണ്ട്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണ്. ഇതാണ് പോർക്യുപൈൻസ് അല്ലെങ്കിൽ മുള്ളൻപന്നി എന്ന് പറയും. ഇത് ഇന്ത്യൻ ക്രസൻറ്റിൽ വരുന്നതാണ്, അതായത് ഈ ഏഷ്യൻ കൺട്രീസിലാണ് ഇത് കാണപ്പെടുക. ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള ആ സ്പൈൻസ് കണ്ടോ? ഈ സ്പൈൻസ് ഒക്കെ ഇതിൻ്റെ ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ആനിമൽസ് വന്ന് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സ്പൈൻസ് ഒക്കെ. അന്നേരം ഈ സ്പൈൻസ് ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് അത് സ്വയം രക്ഷിക്കുന്നത്. ഇവിടെയും
തന്നെയാണ് പോർക്യുപൈൻസ്. ദേ ഇവിടെ നിറയെ ഉണ്ട്, അവിടെ ഇച്ചിരി കുറവായിരുന്നു. ഈ കേസിൽ ഒത്തിരി ഉണ്ട്. ദേ അത് വിടർത്തിയിട്ട് ഇങ്ങനെ ഓടുന്ന കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അയ്യോ, ദേ അതിങ്ങനെ വിടർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വല്ലതും പോവുകയാണെങ്കിൽ അത് റിലീസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ മേലത്ത് കുത്തിയാൽ നല്ല പെയിനായിരിക്കും. യെസ്, അത് കഴിക്കുന്നതാണ് ഇതൊക്കെയും. റൂട്ടഡ് വെജിറ്റബിൾസ് ആൻഡ് വെജിറ്റബിൾസ് മാത്രമേ ഇത് കഴിക്കുകയുള്ളൂ. പിന്നെ ഇത് നൊക്ടേണൽ ആണ്, ഈ നൈറ്റാണ് ഇത് ടോട്ടലി ആക്റ്റീവ് ആവുക. ഇത് കണ്ടോ, എല്ലാവരും ഉറങ്ങുന്ന പോലെയാണ്, റിലാക്സ് ചെയ്യുവാണ് തോന്നുന്നു. നിറയെ ഉണ്ട് കേട്ടോ. ഇതാ ക്രോക്കഡൈൽ ഇപ്പൊ പൊങ്ങി വന്നതാന്നാ തോന്നുന്നത്. കുറച്ച് മുമ്പ് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നേക്കുന്നത്. അത് മുകളിലേക്ക് ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് വന്നതാണോ അറിയില്ല. വലിയൊരു ക്രോക്കഡൈലാണ്, പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ ദേ ഇവിടെ ഡിയേഴ്സ് ആണ്, വെറൈറ്റീസ് ഓഫ് ഡിയേഴ്സ്. അതിങ്ങനെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണെന്നാ തോന്നുന്നത്. ദേ ഇതിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ 10 to 15 years ആണ്. ദേ അവൻ നോക്കുന്നുണ്ടോ, ഞാൻ ഇങ്ങനെ ക്യാമറ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ നോക്കുക. ദേ അടുത്ത് വന്ന് നോക്കുക, വീണ്ടും വീണ്ടും. ആഹാ, കൊള്ളാലോ. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല കേട്ടാ. പിന്നെ ഹിപ്പോ ആൻഡ് സാമ്പാർ ഡിയർ. അത് കാണണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് വേണം പോവാം. ഇതൊരു ബ്രിഡ്ജാണ്, അതായത് ഈ ഒരു സൈഡും ആ ഒരു സൈഡും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ വഴി കടക്കാനുള്ള ഒരു ബ്രിഡ്ജാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ നടക്കുന്ന വഴിയാണ്. അപ്പം ഞങ്ങൾ ഈ സൈഡിലേക്ക് വരുമ്പം ആദ്യം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ സാമ്പാർ ഡിയറാണ്. ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെ കൂടുതലും വെറൈറ്റീസ് ഓഫ് ഡിയേഴ്സ് ആണ് കാണാൻ കഴിഞ്ഞത് കേട്ടോ. അധികം ആനിമൽസ് എന്നും പറയാനൊന്നും ഇല്ല. ആ മരം കണ്ടോ, ആ വേരോടെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇങ്ങനെ വീണ് കിടക്കുന്ന പോലെ. ആ വയലറ്റ് കളറിൽ കാണുന്നത് മെഡിസിൻ ആണ് തോന്നുന്നു. അതിൽ എന്തോ പറ്റിയത് കാരണം അതിൽ മെഡിസിൻ പുരട്ടി കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹിപ്പോ, ഹിപ്പോപ്പൊട്ടാമസ്. അതിൻ്റെ സൗണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഇത് രണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിന്റെ പേരാണ് രശ്മി ആൻഡ് പോപ്പി. ഇതിന്റെ ലൈഫ് സ്പാൻ 40 to 45 years ആണ്. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇത് റോസ് ആണെന്നാണ്,
പക്ഷെ അത് റോസല്ല, ഏതോ ഒരു കൈൻഡ് ഓഫ് ഫ്രൂട്ടാണെന്നാ തോന്നുന്നത്. അതിൻ്റെ സ്മെല്ലായിരുന്നു, ഒരു ഫ്രൂട്ടിൻ്റെയൊക്കെ സ്മെല്ലായിരുന്നു. പക്ഷെ ഇതെന്താ ഞങ്ങൾക്ക് അറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് കമൻറ്റ് ബിലോ ഇതെന്താ സാധനം എന്ന്. ഇതേ നല്ല വെൽവെറ്റി ആയിട്ടുള്ള കൊമ്പുകൾ. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് പോകണം. വന്ന വഴിയിലൂടെ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക് റോഡാണിത്. ഈ പബ്ലിക് റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണ് ഈ ഒരു നമ്മുടെ ഈ എന്താ പറയുന്നത് സൂ കിടക്കുന്നത്. അപ്പോൾ അതേ പിള്ളേരുടെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ പിള്ളേർക്ക് പോയി കളിക്കാം. പിന്നെ ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. മ്യൂസിയത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുരാതന വസ്തുക്കളൊക്കെ കാണാൻ പറ്റും. നമ്മൾ പഴയ ആ ഒരു കിങ്ങിൻ്റെ ഒക്കെ കാര്യം ഇതൊക്കെ യൂസ് ചെയ്തതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇതാ വന്ന വഴിക്ക് കണ്ട ഒരു പക്ഷിയാണ്. പിന്നെ ഇതേ ഈ മരം കണ്ടോ, വലിയൊരു മരമാണ്. ഇത് റെയിൻ ട്രീ എന്നാണ് ഈ മരത്തിന് പറയുന്നത്. വീണ്ടും മാൻ. ഇതാണ് പുള്ളിമാൻ. ആ മിഴികൾ കണ്ടോ, എന്ത് ഭംഗിയല്ലേ. മാൻമിഴിയുള്ള കണ്ണുകൾ എന്നൊക്കെ പറയാറില്ലേ, അത് ഇതുകൊണ്ടാണ് തോന്നുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ട് എന്തായാലും. അങ്ങോട്ടേക്ക് കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഗ്രൂപ്പാണ് ദേ കാണുന്നത്. ഈ കൊമ്പില്ലാത്തതൊക്കെ പെണ്ണും കൊമ്പുള്ളതൊക്കെ ആണുമാണ്. ഇതാണ് റെയിൻ ട്രീ. ഇങ്ങനെ വിടർന്ന് വിശാലമായിട്ട് നിൽക്കുക. പിന്നെ ഇതാ ഇവിടെ ഒരു ക്യാബിൻ ബോട്ട് ഫോർമലി യൂസ്ഡ് ബൈ ദ കിങ് ഓഫ് കൊച്ചിൻ. അതായത് ഇവിടുത്തെ കൊച്ചിയിലുള്ള രാജാവ് യൂസ് ചെയ്ത ഒരു ക്യാബിൻ ബോട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇത് തുറന്നിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് അടുത്ത് പോയി കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കൊച്ചി രാജാവ് യൂസ് ചെയ്തിരുന്ന ക്യാബിൻ ബോട്ട്. ആ കാണുന്നതാണ് ക്യാബിൻസൊക്കെ. ആ പണ്ട് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ബോട്ടാണ് ഇത്. ഇതിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല. മേ ബി കൂടുതൽ മീൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇതാരാന്ന് കണ്ടോ, ഈ മ്യൂ ഒട്ടകപ്പക്ഷിയല്ലേ ഇത്? യെസ്, കണ്ടോ അതിൻ്റെ മുഖം? ഓ സോ ക്യൂട്ട്. അതിൻ്റെ ആ ഒരു കണ്ണ് കണ്ടോ? ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ബേർഡ് ആണ്. ഫസ്റ്റ് വന്നത് നമ്മുടെ ഓസ്ട്രിച്ച്, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ വരുന്നതാണ് ഈ എമ്യൂ. ആക്ച്വലി ഇത് ഓസ്ട്രിച്ചിൻ്റെ റിലേറ്റീവ് എന്നൊക്കെ പറയാം. ഇവിടെ കുറച്ചുണ്ട് കേട്ടോ, പക്ഷെ ഒത്തിരി വലുതൊന്നുമല്ല, എന്നാലും മീഡിയം സൈസിലാണ് ഇവിടെ ഉള്ളത്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ആ ബോട്ടിൻ്റെ ഈ സൈഡാണ്. നമ്മൾ ഇനി പോകുന്നത് ലയൺ കിങ്, അതിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. ബംഗാൾ ടൈഗർ. അയ്യോ നല്ല ഇരുട്ടാണ് കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം. അതിൻ്റെ ഉള്ളിൽ ഇതാ കിടക്കുന്നു നമ്മുടെ രാജാവ്. കാട്ടിലെ രാജാവ് കിടക്കുന്നത് കണ്ടോ? ഷോ കൂട്ടിലൊക്കെ ഇട്ടിങ്ങനെ വെച്ചേക്കുവാ. അതിന് എവിടെ ഈ വായൊക്കെ കഴിച്ചിട്ട് അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് വായ ഇങ്ങനെ തുറന്ന് അലറിക്കൊണ്ടിരിക്കുവാണ്.
അലർച്ച കണ്ടോ? നല്ല ഭാസാണ്. പക്ഷെ ഇതിലേക്ക് അങ്ങനെ ഒന്നും കേൾക്കുമെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ എന്തൊരു സൗണ്ടാ. അതിൻ്റെ ഷാർപ്പ് ടീത്ത് കണ്ടോ? എങ്ങാനും ഈ കൂട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ആരും. പിന്നെ ഇതാണ് ബംഗാൾ ടൈഗർ. അത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുവാണ് തോന്നുന്നത്. ഇത് കിടന്ന് ഉറങ്ങുക, എണീച്ചിട്ടില്ല. ഇവിടെയും നല്ല ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഒരു നെഴുവ് പോലെ കാണാം. പിന്നെ ഇതാ പണ്ടത്തെ യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പീരങ്കിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയും രാജാക്കന്മാരുടെ ഒക്കെ കൊണ്ടൊന്ന് വെച്ചേക്കുവാണ്. ഇവിടെ ആരാന്ന് നോക്കിയേ, ഇതാണ് പുല്ലിപ്പുലി. അതും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുവാണ്. ഇവിടെ ഇരുട്ടാണ് ഫുള്ള് മൊത്തം. ഇനിയിപ്പം ചെറുതായിട്ട് ക്ലൗഡി ആയിട്ടും ഉണ്ട്, അതുകൊണ്ടാണോ ഇനി അറിയില്ല. പിന്നെ ഇതാ നമ്മുടെ നാഷണൽ ബേർഡ്, ഇതാണ് പീകോക്ക്. ഒരു പീല് മാത്രമേ ഉള്ളൂ കണ്ടോ, ഒറ്റൊരെണ്ണം മാത്രം. അതെനിക്ക് തോന്നുന്നത് പറിച്ചു കളഞ്ഞാന്നാ തോന്നുന്നത്. അല്ലാണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പോവോ? ഇല്ലല്ലോ. അവിടെ ഒന്നുണ്ട്, 1 2 3. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എം ടി ആണ്. അതും ശൂന്യമായിട്ട് കിടക്കുന്നു. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് സ്നേക്സ് ആണ്. സ്നേക്സിന്റെ ആ ഒരു സെക്ഷനാണ് ഇനി ഉള്ളത്. ഇവിടെ ഈ അനകോണ്ടനെ വലിയ കൂട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വലുതായത് കാരണം അതൊരു കൂടും വലുതായിരിക്കണല്ലോ. മൗഗ്ലിയുടെ ഫ്രണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് എല്ലാ സ്നേക്സ് ഒക്കെയും ഉള്ളത് എന്ന് തോന്നുന്നു. ദ വെറൈറ്റീസ് ഓഫ് സ്നേക്സ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു നല്ല പച്ച കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, അത് പുറത്ത് വന്നാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുറേ സ്നേക്സ് ആണ് ഇവിടെ. ഇതിൻ്റെ പേരൊക്കെയും എനിക്കറിയില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിംസ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അധികം ഒന്നുമില്ല. ഈ സൂയിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. കുറച്ച് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിനെ കണ്ടോ, ഈ പാമ്പ്. ഇതേതാണ്? മൂർഖൻ. യെസ്, കോബ്ര. ഇത് വരുന്നുണ്ടോ? കോബ്ര, മൂർഖൻ പാമ്പാണിത്. ഇത് പുറത്തെങ്ങാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ചത്തുപോയിന്.
ഇതിനെ കണ്ടോ, ഇത് സ്റ്റാച്യു പോലെ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ജീവനുള്ളതാന്ന് പോലും തോന്നുന്നില്ല ഇത്, ബട്ട് അതിന് ജീവനുണ്ട്. ദേ ഒരുത്തൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുക, കണ്ടോ? ഇത് പുതിയ സ്കിന്നാണ് തോന്നുന്നത്. സ്കിന്ന് കണ്ടോ, എന്തൊരു ഷൈനാണ് അതിൻ്റെ സ്കിന്നിന്. സ്കിന്ന് മാറ്റിയേക്കുവാ, അത് റീസെൻ്റ്ലി മാറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള സ്നേക്സ് ഒക്കെ. വെറൈറ്റീസ് ഓഫ് സ്നേക്സ് ആണ് ഇവിടെ മെയിൻലി ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഇതാ ഈ ഇറങ്ങുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ്. ഇത് കുറച്ച് ആമകളാണ് ഇവിടെ വെച്ചേക്കുന്നത്, കണ്ടോ? 2-3 ആമകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ സൂ ഇവിടുത്തെ. പിന്നെ മെയിൻ്റനൻസ് ഒട്ടും ഇല്ല. നേരത്തെ നല്ലൊരു സൂ ആയിരുന്നു, പക്ഷെ ഇപ്പം മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ അയക്കുന്നത്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് ഒക്കെ ഒന്ന് ഇതാക്കുവാണെങ്കിൽ നല്ലൊരു സൂ ആയിരുന്നു. ആൻഡ് ദേ പുറത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യും പോണത് എല്ലാ ലക്ഷണവും നീ കാണിച്ചു തുടങ്ങി. നല്ല കാറ്റും നല്ല എന്താ പറയുക, ഈ ഇലയൊക്കെ ഫുൾ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് തുടങ്ങി. അത്രയും കാറ്റാണ്. സി ഒരു ഹൊറർ മൂവി ഫീലിംഗ്. പീരങ്കി പീരങ്കി hippe non è che cosa mi hippe ahembe nada vikada kabadilata tane nei finna kala tane ota mari mane no kurikollu lani mule dage ale oh negete bakavala അതിൽ വെക്കുന്ന പീരങ്കി ഉണ്ടകളാണ് ഇതൊക്കെ. ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇടുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് അത് അങ്ങനെ എന്ന് പറഞ്ഞു. തീ നല്ല കറുത്തിരിക്കുന്ന കണ്ടോ, വലിയൊരു ക്ലൗഡാണ് വന്നേക്കുന്നത്. നല്ല മഴ പെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ആ സൂ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി ഒരു ചായ കുടിക്കാന്ന് വിചാരിക്കുന്നു. ഇറങ്ങിയിട്ടില്ല, അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങിയിട്ട് നോക്കാം. ഇവിടെ ഒരു ചായക്കടയുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാം. എവിടെ ചെന്നാലും കടി സപ്ലൈ ചെയ്യുന്നത് ഇങ്ങേരാണ് കേട്ടോ.
അപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, അവരുടെ അടുത്തും പറയുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡു സപ്പോർട്ട്. Thanks for watching.